അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അക്ഷയ അവസരങ്ങളുടെ ജാലകം എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ്. അക്ഷയ പ്രൊജക്റ്റ് റിഫോമിംഗ് കേരള ത്രൂ ഡിജിറ്റലൈസേഷൻ. അപ്പോൾ എന്താണ് അക്ഷയ പ്രൊജക്റ്റ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്തിനാണ് നമുക്ക് അതിൻ്റെ ആവശ്യം, പിന്നെ ഗ്രാൻഡ് അതിൻ്റെ വിഷൻസും ടാർഗറ്റും സർവീസ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ അച്ചീവ്മെൻറ്റ്സും പിന്നെ അതിൻ്റെ ചാലഞ്ചസും പിന്നെ അതിൻ്റെ ഓവറോൾ ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അക്ഷയ പ്രൊജക്റ്റ്. ഇത് ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നവംബർ 18, 2002 മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിനെ നമുക്ക് ഡിജിറ്റലി മുന്നോട്ട് കൊണ്ടുവരാനായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം കൊണ്ടുവരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഓൾറെഡി 95 ലിറ്ററസി നമുക്കുണ്ട്. ബട്ട് 2002 കമ്പ്യൂട്ടർ ലിറ്ററസി ഓൾമോസ്റ്റ് 0 ആയിരുന്നു. അപ്പോൾ ഇൻ്റർനെറ്റ് നമ്മുടെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനും ഗവൺമെൻറ്റിൻ്റെ പേപ്പർ വർക്ക്സ് കുറേയൊക്കെ മാറി കിട്ടാനും ഈ ലോങ് ക്യൂ, അതായത് നമ്മൾ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ടും പെൻഷൻ ആവശ്യമൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് നമുക്കുള്ള ലോങ് ക്യൂസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഡിജിറ്റൽ ലിറ്ററസി നമുക്ക് മുന്നോട്ട് കൊണ്ടുവന്ന് പുവറും റൂറലുമായ പോപ്പുലേഷനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. പിന്നെ അടുത്ത് നമുക്ക് അതിൻ്റെ ഗ്രാൻഡ് വിഷൻ ആൻഡ് ടാർഗറ്റിനെ നോക്കാം. ടാർഗറ്റ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു മെമ്പറിനെ എല്ലാ വീട്ടിൽ നിന്നും നമുക്ക് ലിറ്ററസി, അതായത് കമ്പ്യൂട്ടറിൻ്റെ സ്കിൽസ് പഠിപ്പിക്കണം എന്നാണ് മെയിൻ ലക്ഷ്യം. അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിനെ ലിറ്ററേറ്റ് സ്റ്റേറ്റ് 100% ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരിക. പിന്നെ 2-3 കിലോമീറ്റർ ഇടവേള, അതായത് നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആയ 2-3 കിലോമീറ്ററിൽ അക്ഷയ ഈ കേന്ദ്രങ്ങൾ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡെലിവറിങ് ഗവൺമെൻറ് സർവീസ്, ബാങ്കിങ്, എഡ്യൂക്കേഷൻ ഇങ്ങനത്തുള്ള എല്ലാ സർവീസും നമുക്ക് ഡോർ സ്റ്റെപ്പിൽ കൊണ്ടുവരാനാണ്. പിന്നെ അടുത്ത സർവീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. ഗവൺമെൻറ് സർവീസ് സച്ച് ആസ് ബർത്ത്, ഡെത്ത്, മാരേജ് സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, പിന്നെ വോട്ടർ ID, ആധാർ എൻറോൾമെൻറ്റ്, പിന്നെ പെൻഷൻ ആപ്ലിക്കേഷൻസ്, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, പിന്നെ യൂണിവേഴ്സിറ്റി പേയ്മെൻറ്റ്സ് ഇങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നു. പിന്നെ ഫിനാൻഷ്യൽ പരമായി നമുക്ക് 1802 സെൻറ്റേഴ്സ് ഓഫ് ബാങ്കിങ് കറസ്പോണ്ടൻസ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. പിന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാനും പെൻഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വിഡ്രോവൽസും പിന്നെ നമുക്ക് അതായത് ഫേക്ക് ആയിട്ടുള്ള ഈ പെൻഷനേഴ്സിനെ ബയോമെട്രിക്കിലൂടെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനും എല്ലാം നമ്മളെ ഈ അക്ഷയ സെൻറ്റേഴ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതർ സർവീസിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ബസ് ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്യാനും മൊബൈൽ റീചാർജ് ചെയ്യാനും ഇൻഷുറൻസ് പേയ്മെൻ്റ് ഒക്കെ കൊടുക്കാനും പിന്നെ ഡിജിറ്റൽ ലിറ്ററേറ്റ് പരമായ കോഴ്സുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനും COVID-19 രജിസ്ട്രേഷനും പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ അക്ഷയ സെൻറ്റർ വഴി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 9 lakh പീപ്പിൾ സെർവ് ഡ്യൂറിങ് ലോക്ക്ഡൗൺസ്. അപ്പോൾ രാജ്യത്ത് 9 ലക്ഷം ആൾക്കാർ ലോക്ക്ഡൗൺ സമയത്ത് അക്ഷയ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് മേജർ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് റെക്കോർഡ്സ് ആണ്. അപ്പോൾ ട്രെയിൻഡ് മോർ ദാൻ 60 lakh പീപ്പിൾ ഡയറക്ട്ലി ഇൻ ദ ഫസ്റ്റ് ഫേസ് ഇറ്റ് സെൽഫ്. അപ്പോൾ 60 ലക്ഷം പേരെ ഓൾറെഡി ഇവർ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 33 lakh പ്ലസ് ലിറ്ററേറ്റ് ആയിട്ടുള്ള പീപ്പിളിനെ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരള ബിക്കെയിം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ബിക്കെയിം ലിറ്ററേറ്റ്, അതായത് 100% ലിറ്ററസിയിൽ 2008 ഇന്ത്യ ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൾട്ടിപ്പിൾ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ അവാർഡ്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റോക്ക്ഹോൾമൻ ചാലഞ്ച് അവാർഡും പിന്നെ കോമൺവെൽത്ത് ഇന്നോവേഷൻ അവാർഡും അൺപബ്ലിക് സർവീസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചാലഞ്ചസ് ആൻഡ് ഫ്യൂച്ചർ ഔട്ട്ലുക്ക് ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ലോ സർവീസ് ഫീസാണ്. അപ്പോൾ ഈ ലോ സർവീസ് ഫീസ് കാരണം അവിടെ നമ്മുടെ ആ ഒരു ഓഫീസിൻ്റെ റെൻറ്റോ ഇലക്ട്രിസിറ്റി ബില്ല് പോലും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ അൺഫെയർ കോൺട്രാക്റ്റ് ആണ് ചിലപ്പോൾ ഗവൺമെൻറ് ഇവരുമായിട്ട് കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ ഇൻ്റർനെറ്റ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എപ്പോഴും അവിടെ നമ്മൾ പോകുന്ന സമയത്താണ് നമുക്ക് അക്ഷയ കേന്ദ്രത്തിൽ നമ്മൾ നേരിടാറുണ്ട്. പിന്നെ ഈ റൂറൽ ഏരിയസിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ലാംഗ്വേജ് ബാരിയേഴ്സും സെക്യൂരിറ്റി വെറീസും ഒക്കെ അക്ഷയ സെൻറ്റേഴ്സ് ഫേസ് ചെയ്യാറുണ്ട്. പിന്നെ നോട്ട് ഇനഫ് സ്റ്റാഫ് ഫോർ ട്രെയിനിങ്സ്, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു ക്രൗഡ് വരുവാണെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സ്റ്റാഫ്സിനെയൊക്കെ ഷോർട്ടേജ് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അക്ഷയ സെൻറ്ററിൻ്റെ ചാലഞ്ചസ്. അപ്പോൾ നമുക്ക് ലിറ്ററലി പറയാം, അക്ഷയ ഈസ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഗ്രൂപ്പ് ഓഫ് ആസ്പിറേഷൻസ് വിത്ത് എ സ്ട്രാറ്റജിക് മിഷൻ ടു ട്രാൻസ്ഫോം പബ്ലിക് സർവീസ് അക്രോസ് all sectors of our state. The entire team of Akshaya plays a pivotal role as agent of change for sustained socio-economic development all around Kerala, and the impact of its activity result in enormous gain for public participation and social inclusions. That's all. Thank you all.